പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്ന് 11ാം ക്ലാസ് അക്കൗണ്ടൻസിയിലെ ചാപ്റ്റർ 9 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് 1 എന്നുള്ള പാഠമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ ഒന്നാം ഭാഗത്ത് പാർട്ട് 1-ൽ ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുന്നതിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുന്നതിന് മുന്നോടിയായി റവന്യൂ, ക്യാപിറ്റൽ ഐറ്റംസ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ. ക്യാപിറ്റൽ ഐറ്റവും റവന്യൂ ഐറ്റവും തമ്മിൽ വേർതിരിച്ചറിയേണ്ടത് അനിവാര്യമാണ്. കാരണം ഒരൈറ്റം ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണോ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് ആണോ ഉൾപ്പെടുത്തേണ്ടത് എന്നത് ആ ഐറ്റം ക്യാപിറ്റലാണോ റവന്യൂ ആണോ എന്നതിനെ ആശ്രയിച്ചാണ്. ഇവിടെ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. ഒന്നാമതായി, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് ഏണിംഗ് കപ്പാസിറ്റി ഓഫ് ദി ബിസിനസ്. ബിസിനസിന് ഏണിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്ന ഒരു ചെലവാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എങ്കിൽ, റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് ഇൻക്ലൂഡഡ് ടു മെയിൻറ്റെയിൻ ദ ഏണിംഗ് കപ്പാസിറ്റി. നിലവിലുള്ള ഏണിംഗ് കപ്പാസിറ്റി അതേപടി നിലനിർത്താൻ മാത്രമേ റവന്യൂ എക്സ്പെൻഡിച്ചർ ഉപകരിക്കുകയുള്ളൂ. രണ്ടാമതായി, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് ഇൻക്ലൂഡഡ് ടു അക്വയർ ഫിക്സഡ് അസറ്റ്സ്. ഫിക്സഡ് അസറ്റുകൾ വാങ്ങാൻ വേണ്ടി വരുന്ന ചിലവാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എങ്കിൽ, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ദൈനംദിന ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചിലവാണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് ഇൻക്ലൂഡ് ഓൺ ഡേ ടു ഡേ കണ്ടക്ട് ഓഫ് ബിസിനസ്. ആൻഡ് തേർഡ്ലി, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് ജനറലി നോൺ റെക്കറിംഗ് നേച്ചർ. ആവർത്തന സ്വഭാവമുള്ളതല്ല ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. എന്നാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ മിക്കപ്പോഴും റെക്കറിംഗ് നേച്ചർ ആയിരിക്കും, ആവർത്തന സ്വഭാവമുള്ളവയായിരിക്കും. നാലാമതായി, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബെനഫിറ്റ്സ് ഫോർ മോർ ദാൻ വൺ അക്കൗണ്ടിംഗ് ഇയർ. ഒന്നിലധികം വർഷത്തേക്ക് ഗുണം ലഭിക്കുന്നവയായിരിക്കും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. എന്നാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ നോർമലി ബെനഫിറ്റ്സ് വൺ അക്കൗണ്ടിംഗ് ഇയർ ഓൺലി. സാധാരണഗതിയിൽ റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ ഗുണം നമുക്ക് തനത് വർഷത്തേക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അവസാനമായി, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈസ് റെക്കോർഡഡ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിലാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ, റവന്യൂ എക്സ്പെൻഡിച്ചർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ദീസ് ഓൾ ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അടുത്തായിട്ട് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് കാണാം. The revenue expenditure incurred to a business which is likely to benefit for more than one accounting period. നമ്മൾ കാണുകയുണ്ടായി, റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ ബെനഫിറ്റ് നമുക്ക് സാധാരണ ഒരു വർഷത്തേക്ക് ലഭിക്കാറുള്ളൂ. എന്നാൽ ഒന്നിലധികം വർഷത്തേക്ക് ബെനഫിറ്റ് ലഭിക്കുന്ന റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ അവയാണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വിശേഷിപ്പിക്കുന്നത്. എക്സാമ്പിൾ, heavy advertising expenses and also preliminary expenses. ഇങ്ങനെയുള്ള ചെലവുകൾ വലിയ എമൗണ്ട് ആയിരിക്കും, അവയുടെ ഗുണം നമുക്ക് അനവധി വർഷത്തേക്ക് ലഭിക്കുന്നുണ്ട്. The portion of expense written off during the current year is treated as revenue expenditure and the balance amount carry forward to coming years is treated as capital expenditure. ഇവിടെ തനത് വർഷം റൈറ്റ് ഓഫ് ചെയ്യുന്ന പോർഷനെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് കണക്കാക്കുകയും, എന്നാൽ ബാലൻസ് ഉള്ള റൈറ്റ് ഓഫ് ചെയ്യാത്ത പോർഷനെ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് കണക്കാക്കുകയുമാണ് ചെയ്യുന്നത്. അതായത് അതാത് വർഷം റൈറ്റ് ഓഫ് ചെയ്യുന്ന എമൗണ്ടിനെ
റവന്യൂ എക്സ്പെൻഡിച്ചറായി കണ്ടുകൊണ്ട് അതിനെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഉൾപ്പെടുത്തുകയും എന്നാൽ റൈറ്റ് ഓഫ് ചെയ്യാത്ത പോർഷൻ അത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കുകയുമാണ് പതിവ്. എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് നോക്കാം. The accounting statements prepared at the end of an accounting period is called financial statements. They are also called final accounts. വർഷ അവസാനം അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിംഗ് പീരീഡിൻ്റെയും അവസാനത്തിൽ തയ്യാറാക്കുന്ന അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇവയെ ഫൈനൽ അക്കൗണ്ടുകൾ എന്നും വിശേഷിപ്പിക്കുന്നു. കാരണം വർഷാന്ത്യത്തിൽ അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് പീരീഡിൻ്റെ അവസാനത്തിൽ തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണിവ. The basic objectives of preparing financial statements are mainly to present a true and fair view of the financial performance of the business, and secondly, to present a true and fair view of the financial position of the business. ബിസിനസിൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് നിർണ്ണയിക്കുക, അതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ പൊസിഷൻ നിർണ്ണയിക്കുക. ഈ രണ്ട് ലക്ഷ്യങ്ങളാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുന്നതിൻ്റെ പിന്നിലുള്ളത്. പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയെന്ന് കാണാം. ഒന്നാമതായി ട്രേഡിംഗ് അക്കൗണ്ട് ഓർ മാനുഫാക്ചറിംഗ് അക്കൗണ്ട്. കച്ചവട സ്ഥാപനങ്ങളാണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ മാനുഫാക്ചറിംഗ് കൺസേൺസ്, ഇൻഡസ്ട്രിയൽ കൺസേൺസ് ആണെങ്കിൽ ഒരു മാനുഫാക്ചറിംഗ് അക്കൗണ്ട് തയ്യാറാക്കുന്നു. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അഥവാ ഇൻകം സ്റ്റേറ്റ്മെൻ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഉൾപ്പെടുന്ന രണ്ടാമത്തെ ഇനം. മൂന്നാമതായി ഒരു ബാലൻസ് ഷീറ്റാണ്. സാധാരണ ബിസിനസ് സ്ഥാപനങ്ങൾ 3 പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളാണ് തയ്യാറാക്കുന്നത്: ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ഓൾസോ ബാലൻസ് ഷീറ്റ്. ഇതിലാദ്യമായിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിനെ കുറിച്ച് വിശദമായി നമുക്കിവിടെ പ്രതിപാദിക്കാം. ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു അസർട്ടൈൻ ദ ട്രേഡിംഗ് റിസൾട്ട് ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസിൻ്റെ കച്ചവട പ്രവർത്തനങ്ങളിലൂടെ ലഭിക്കുന്ന ലാഭം അല്ലെങ്കിൽ നഷ്ടം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്. The trading result may be either gross profit or gross loss. ഇവിടെ കച്ചവടത്തിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആയിരിക്കും. In the trading account, opening stock, net purchases and direct expenses are debited. ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യേണ്ട ഇനങ്ങളാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്, നെറ്റ് പർച്ചേസസ്, അതായത് ടോട്ടൽ പർച്ചേസസിൽ നിന്നും പർച്ചേസസ് റിട്ടേൺ കുറയ്ക്കുന്നതാണ് നെറ്റ് പർച്ചേസസ്, ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ഇവ ആണ് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യേണ്ടത്. എന്നാൽ ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യേണ്ട ഐറ്റംസ് നെറ്റ് സെയിൽസ്, അതായത് സെയിൽസിൽ നിന്നും സെയിൽസ് റിട്ടേൺ കുറച്ച തുകയാണ് നെറ്റ് സെയിൽസ്, അതോടൊപ്പം തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക്. ഇവ രണ്ടുമാണ് ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യേണ്ട ഇനങ്ങൾ. If credit side total exceeds the debit side total, the result will be gross profit. ഇങ്ങനെ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ എമൗണ്ട് എങ്കിൽ അത് ഗ്രോസ് പ്രോഫിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. If debit side total exceeds the credit side total, the result will be gross loss. എന്നാൽ നേരെ തിരിച്ച് ഡെബിറ്റ് സൈഡ് ടോട്ടലാണ് കൂടുതലെങ്കിൽ ക്രെഡിറ്റ് സൈഡ് ടോട്ടലിനേക്കാളും ഡെബിറ്റ് സൈഡ് ടോട്ടൽ അധികരിക്കുന്നുവെങ്കിൽ അവിടെ ഗ്രോസ് ലോസ് ആണ് ഉള്ളത്. The gross profit or gross loss is transferred to the profit and loss account. അങ്ങനെ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ റിസൾട്ട് ആയിട്ടുള്ള ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് തുടർന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് പരിചയപ്പെടാം. ട്രേഡിംഗ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ്. ഡെബിറ്റ് സൈഡിലെ എക്സ്പെൻസസും
ക്രെഡിറ്റ് സെയിൽ റവന്യൂസുമാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ആദ്യമായിട്ട് ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്കാണ്. തുടർന്ന് പർച്ചേസസ് ഇന്നർ കോളത്തിൽ എഴുതുന്നു. ദെൻ അതിൽ നിന്നും പർച്ചേസസ് റിട്ടേൺ മൈനസ് ചെയ്തിട്ട് നെറ്റ് പർച്ചേസസ് എമൗണ്ട് കോളത്തിൽ എഴുതുന്നു. തുടർന്ന് ഡയറക്റ്റ് എക്സ്പെൻസുകളാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ഉദാഹരണമായി വേജസ്, ക്യാരിയേജ് ഇൻവേർട്സ് ഇതുപോലുള്ള ഡയറക്റ്റ് എക്സ്പെൻസുകളാണ് തുടർന്ന് ഡെബിറ്റ് ചെയ്യേണ്ടത്. ഇനി ക്രെഡിറ്റ് ചെയ്യേണ്ട ഇനങ്ങൾ സെയിൽസ് ഇന്നർ കോളത്തിൽ എഴുതുക. അതിൽ നിന്നും സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്ത് എമൗണ്ട് നെറ്റ് സെയിൽസിൻ്റെ എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തുക. തുടർന്ന് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് രേഖപ്പെടുത്തുക. ഇവിടെ തുടർന്ന് ബാലൻസ് ചെയ്യുക ട്രേഡിംഗ് അക്കൗണ്ട്. ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ എമൗണ്ട് ആണോ ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ എമൗണ്ടോ എന്ന് ശ്രദ്ധിക്കുക. സാധാരണഗതിയിൽ നമുക്കറിയാം ക്രെഡിറ്റ് സൈഡിലായിരിക്കും കൂടുതൽ എമൗണ്ട്. ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ എമൗണ്ട് എങ്കിൽ അത് ഗ്രോസ് പ്രോഫിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ ചെയ്യുന്നു. എന്നാൽ നേരെ തിരിച്ച് ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ എമൗണ്ട് എങ്കിൽ അത് ഗ്രോസ് ലോസിനെയാണ് സൂചിപ്പിക്കുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ എമൗണ്ട് എങ്കിൽ അത് ഗ്രോസ് പ്രോഫിറ്റിനെയും, എന്നാൽ ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ എമൗണ്ട് എങ്കിൽ അത് ഗ്രോസ് ലോസിനെയുമാണ് സൂചിപ്പിക്കുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് ഡെബിറ്റ് സൈഡിൽ ക്യാരി ഡൗൺ ചെയ്യുമ്പോൾ ഗ്രോസ് ലോസ് ആണ് ക്രെഡിറ്റ് സൈഡിൽ ക്യാരി ഡൗൺ ചെയ്യുന്നത്. ഈ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് തുടർന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി എന്താണ് ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് ശ്രദ്ധിക്കുക. ഡയറക്റ്റ് എക്സ്പെൻസസ് മീൻസ് all expenses directly connected with the manufacture, purchase of goods and bringing them into the point of sale. സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങുന്നതിനോ വേണ്ടിയുള്ള ചെലവുകളാണ് സാധാരണ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. These are the expenses incurred to bringing the products for sale. വിൽപ്പനയ്ക്ക് വേണ്ടി ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നത് വരെയുള്ള എല്ലാ ചിലവുകളും ഡയറക്റ്റ് എക്സ്പെൻസിന്റെ പരിധിയിലാണ് വരുന്നത്. ഇപ്പോൾ നേരിട്ടുള്ള ചിലവുകൾ എന്ന് പറയുമ്പോൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ടോ നേരിട്ടുണ്ടാകുന്ന ചെലവുകളാണ്. They include carriage inwards, freight inwards, wages, factory lighting, coal, water and fuel, royalty on production, etc. ഡയറക്റ്റ് എക്സ്പെൻസുകൾക്ക് ഉദാഹരണങ്ങളാണ് ക്യാരിയേജ് ഇൻവേർഡ്സ്, ഫ്രൈറ്റ് ഇൻവേർഡ്സ്, വേജസ്, ഫാക്ടറി ലൈറ്റിംഗ്, കോൾ, വാട്ടർ ആൻഡ് ഫ്യൂവൽ, റോയൽറ്റി ഓൺ പ്രൊഡക്ഷൻ, എക്സെട്ര. ഡയറക്റ്റ് എക്സ്പെൻസസ് ആർ ഡെബിറ്റഡ് ടു ദ ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ പരിഗണിക്കുന്ന ചെലവുകൾ എന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പെൻസുകൾ മാത്രമാണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് പരിഗണിക്കേണ്ടത്. ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ക്ലോസിംഗ് എൻട്രീസ് പാസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ജേണലിൽ പാസ് ചെയ്യേണ്ട ക്ലോസിംഗ് എൻട്രീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. The preparation of trading account requires the following closing entries. ഒന്നാമതായിട്ട് ഫോർ ക്ലോസിംഗ് ദ പർച്ചേസസ് റിട്ടേൺ അക്കൗണ്ട്. ആദ്യമായിട്ട് പർച്ചേസസ് റിട്ടേൺ അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. അതിൻ്റെ ബാലൻസിനെ പർച്ചേസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. So for closing the purchases account, we should pass the entry purchases return account debtor to purchases account. Secondly, for debiting items in the trading account, തുടർന്ന് നമ്മൾ പർച്ചേസസ്, ഓപ്പണിംഗ് സ്റ്റോക്ക്, മറ്റ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്നിവയെ ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുകയാണ്.
ഇപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റത്തിന് എഴുതുന്ന ക്ലോസിംഗ് എൻട്രിയാണ് ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് അക്കൗണ്ട്, ടു പർച്ചേസസ് അക്കൗണ്ട്, ടു വേജസ് അക്കൗണ്ട്, ടു ക്യാരിയേജ് ഇൻവേർട്സ് അക്കൗണ്ട്. ഓരോ ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡിവിജ്വലായിട്ട് ക്രെഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. മൂന്നാമതായി ഫോർ ക്ലോസിംഗ് സെയിൽസ് റിട്ടേൺ അക്കൗണ്ട്. സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ക്ലോസ് ചെയ്തുകൊണ്ട് സെയിൽസ് അക്കൗണ്ടിലേക്ക് അതിനെ ഡെബിറ്റ് ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നെറ്റ് സെയിൽസ് നമുക്ക് ലഭിക്കുകയുള്ളൂ. സോ ഫോർ ക്ലോസിംഗ് സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് വി ഷുഡ് പാസ് ദ ജേണൽ എൻട്രി ആസ് സെയിൽസ് അക്കൗണ്ട് ഡെറ്റഡ് ടു സെയിൽസ് റിട്ടേൺ അക്കൗണ്ട്. ഫോർത്തിലി ഫോർ ക്രെഡിറ്റിംഗ് സെയിൽസ് അക്കൗണ്ട്. സെയിൽസിനെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാസ് ചെയ്യേണ്ട ജേണൽ എൻട്രിയാണ് സെയിൽസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. ആൻഡ് ഫിഫ്തിലി ഫോർ ക്ലോസിംഗ് സ്റ്റോക്ക് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. അക്കൗണ്ടിംഗ് ഇയറിൻ്റെ എൻഡിൽ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുകയും അതിൻ്റെ വില കണക്കിലെടുക്കുകയും ചെയ്യാനുള്ള ജേണൽ എൻട്രിയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് വർഷാന്ത്യത്തിൽ വിൽക്കാതെ ബാക്കിയുള്ള സ്റ്റോക്കാണ്. സോ ഇറ്റ് ഈസ് ആൻ അസെറ്റ്. സോ ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ് ബീങ് ആൻ അസെറ്റ്. ക്ലോസിംഗ് സ്റ്റോക്കിനെ കണക്കിലെടുക്കാനുള്ള ജേണൽ എൻട്രിയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ഫോർ ട്രാൻസ്ഫറിംഗ് ഗ്രോസ് പ്രോഫിറ്റ്. നമുക്കറിയാം ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ എമൗണ്ട് എങ്കിൽ അത് ഗ്രോസ് പ്രോഫിറ്റിനെ സൂചിപ്പിക്കുന്നു. അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്നും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് ആണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ ഒഴിവാക്കാൻ വേണ്ടി ട്രേഡിംഗ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുകയും ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടതിനാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ജേണൽ എൻട്രിയാണ് ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. But if there is gross loss, that amount should be debited to the trading profit and loss account. കാരണം ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസ് ആണ് ഗ്രോസ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്ത് ആ ഗ്രോസ് ലോസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ട്. ഗ്രോസ് ലോസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യാനുള്ള ജേണൽ എൻട്രിയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുന്ന ഒരു ഉദാഹരണത്തിലേക്ക് കടക്കാം. പ്രിപ്പയർ എ ട്രേഡിംഗ് അക്കൗണ്ട് ഓഫ് മെസ്സേഴ്സ് സുഗു ആൻഡ് സൺസ് ഫ്രം ദ ഫോളോവിംഗ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു March 31, 2020. ഇവിടെ തന്നിരിക്കുന്ന വിശദാംശങ്ങൾ: ഓപ്പണിംഗ് സ്റ്റോക്ക് 60,000, then sales 6,50,000, sales return 30,000, factory rent 18,000, freight 6,000, purchases 3 lakh, purchases return 20,000, carriage inwards 12,000, clearing charges 44,000 and also closing stock valued at rupees 80,000. ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൽ ഉൾപ്പെടുത്തേണ്ട വിവിധ ഇനങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിനെ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൽ എങ്ങനെ ഉൾപ്പെടുത്താമെന്ന് നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന ഐറ്റങ്ങളെല്ലാം ഒന്ന് വിശദമായിട്ട് വായിച്ചു നോക്കുക. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസസും ക്രെഡിറ്റ് സൈഡിൽ റവന്യൂസുമാണ് രേഖപ്പെടുത്തുന്നത്. ഓരോ ഇനങ്ങളും എങ്ങനെയാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഉൾപ്പെടുത്തുന്നത് നോക്കാം. ആദ്യമായി നമുക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ഉൾപ്പെടുത്തേണ്ടത് ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് 60,000 ആണ് തന്നിരിക്കുന്നത്. അതിനെ ആദ്യമായിട്ട് ഡെബിറ്റ് ചെയ്യുക. തുടർന്ന് പർച്ചേസസിനെയാണ് പരിഗണിക്കേണ്ടത്. പർച്ചേസസ് ഇവിടെ 3 lakh തന്നിട്ടുണ്ട്. അത് ഇന്നർ കോളത്തിൽ എഴുതുക, കാരണം പർച്ചേസസ് റിട്ടേൺ തന്നിട്ടുണ്ട്. ആ നെറ്റ് പർച്ചേസസ് ആണ് എമൗണ്ട് കോളത്തിൽ എഴുതേണ്ടത്. പർച്ചേസസിൽ നിന്നും പർച്ചേസസ് റിട്ടേൺ ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുക. ഇവിടെ പർച്ചേസസ് റിട്ടേൺ നൽകിയിട്ടുണ്ട് 20,000. സോ ലെസ് റിട്ടേൺ 20,000.
അവിടെ നെറ്റ് പർച്ചേസ് ആയിട്ടുള്ള 2,80,000 എമൗണ്ട് കോളത്തിലോട്ട് എഴുതുന്നു. തുടർന്ന് ഡയറക്റ്റ് എക്സ്പെൻസുകൾ ഡെബിറ്റ് ചെയ്യാണ് വേണ്ടത്. ഇവിടെ തന്നിരിക്കുന്ന ഡയറക്റ്റ് എക്സ്പെൻസ് ആദ്യമായിട്ട് ക്യാരേജ് ഇൻവേർട്സ് ആണ് 12,000. മറ്റൊരു ഡയറക്റ്റ് എക്സ്പെൻസ് ഫാക്ടറി റെന്റ് ആണ് 18,000. മറ്റൊരു ഡയറക്റ്റ് എക്സ്പെൻസ് ക്ലിയറിംഗ് ചാർജസ് 44,000. Then next one is freight 6,000. ഈ 4 ഡയറക്റ്റ് എക്സ്പെൻസുകളാണ് തന്നിരിക്കുന്നത്. ഓരോ ഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡിവിജ്വലായിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു. തുടർന്ന് സെയിൽസ് ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതുന്നു. സെയിൽസ് 6,50,000. ഇവിടെ സെയിൽസ് റിട്ടേൺ ഉണ്ട്, അത് മൈനസ് ചെയ്യണം. ലെസ് റിട്ടേൺ 30,000. അങ്ങനെ നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത് 6,20,000 ആണ്. ഇനി പരിഗണിക്കേണ്ട ഐറ്റം ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ക്ലോസിംഗ് സ്റ്റോക്കിനെ ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു ക്ലോസിംഗ് സ്റ്റോക്ക് 80,000. തുടർന്ന് ശ്രദ്ധിക്കേണ്ടത് എക്സ്പെൻസ് ആണോ റവന്യൂസ് ആണോ അധികമായിട്ടുള്ളത്. ഇവിടെ തന്നിരിക്കുന്ന കേസിൽ റവന്യൂസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിലാണ് അധിക തുകയുള്ളത്. ആ സൈഡ് ടോട്ടൽ ചെയ്യുന്നു 7 lakh. അതേ ടോട്ടൽ ഡെബിറ്റ് സൈഡിലേക്ക് എഴുതുന്നു. ദെൻ ഡിഫറൻസ് എമൗണ്ട് ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ ആയിട്ട് എഴുതുന്നു. 2,80,000 അവിടെ ഗ്രോസ് പ്രോഫിറ്റ് ലഭിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അതായത് 7 lakh ആണ് ക്രെഡിറ്റ് സൈഡിലെ ടോട്ടൽ എമൗണ്ട്. ഡെബിറ്റ് സൈഡിലെ ടോട്ടൽ എമൗണ്ട് ആകട്ടെ 4,20,000 ആണ്. 7 lakhൽ നിന്നും 4,20,000 മൈനസ് ചെയ്യുമ്പോഴാണ് 2,80,000 ഗ്രോസ് പ്രോഫിറ്റ് ആയിട്ട് ലഭിക്കുന്നത്. ഈ ഗ്രോസ് പ്രോഫിറ്റ് തുടർന്ന് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ഡെബിറ്റ് സൈഡിൽ ആദ്യമായിട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക്, തുടർന്ന് നെറ്റ് പർച്ചേസസ്, അതിനുശേഷം ഓരോ ഡയറക്റ്റ് എക്സ്പെൻസുകളും ഡെബിറ്റ് ചെയ്യുക. ക്രെഡിറ്റ് ചെയ്യേണ്ട ഐറ്റംസ് നെറ്റ് സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കുമാണ്. ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ എമൗണ്ട് എങ്കിൽ അവിടെ ഗ്രോസ് ലോസ് ആയിരിക്കും. എന്നാൽ ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ എമൗണ്ട് എങ്കിൽ അവിടെ ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും. അടുത്തായിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്താണെന്ന് കാണാം. വിറ്റ സാധനങ്ങളുടെ ചെലവായ തുകയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് റെഫേഴ്സ് ടു the direct cost of production of goods sold by a company. It excludes indirect expenses such as distribution cost and sales force cost. Indirect expenses ഒഴിവാക്കുന്നു. അതുപോലെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ചെലവുകൾ മാത്രമേ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് പരിഗണിക്കാറുള്ളൂ. Cost of goods sold is also referred to as cost of sales. Cost of sales എന്നുകൂടെ വിശേഷിപ്പിക്കാറുണ്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനെ. ഇത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ശ്രദ്ധിക്കുക. ഓപ്പണിംഗ് സ്റ്റോക്കിനോടൊപ്പം നെറ്റ് പർച്ചേസസ് എന്ന് പറയുന്നത് ടോട്ടൽ പർച്ചേസസിൽ നിന്നും പർച്ചേസസ് റിട്ടേൺ മൈനസ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസസും ആഡ് ചെയ്യുക. അങ്ങനെ ലഭിക്കുന്ന ആകെ തുകയിൽ നിന്നും ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്താൽ ലഭിക്കുന്ന തുകയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. എന്താണ് ഗ്രോസ് പ്രോഫിറ്റ്? ദ എക്സസ് ഓഫ് നെറ്റ് സെയിൽസ് ഓവർ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് കോൾഡ് ഗ്രോസ് പ്രോഫിറ്റ്. നെറ്റ് സെയിൽസ് അധികമുള്ള സാഹചര്യങ്ങളിലാണ് ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടാവുക. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനേക്കാളും നെറ്റ് സെയിൽസ് അധികമുള്ളപ്പോൾ മാത്രമാണ് ഗ്രോസ് പ്രോഫിറ്റ് ഉള്ളത്, അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആയിരിക്കും. ഇറ്റ് ഈസ് ദ ഫേവറബിൾ റിസൾട്ട് ഓഫ് ദ ട്രേഡിംഗ് അക്കൗണ്ട്. ഇപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് സിമ്പിളി പറഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ
ഫേവറബിൾ റിസൾട്ടാണ്. അൺഫേവറബിൾ റിസൾട്ട് ആണെങ്കിൽ അത് ഗ്രോസ് ലോസ് ആയിരിക്കും. ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഗ്രോസ് പ്രോഫിറ്റ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നെറ്റ് സെയിൽസിൽ നിന്നും, അതായത് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ ആണ് നെറ്റ് സെയിൽസ്, അതിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത് ടോട്ടൽ സെയിൽസിൽ നിന്നും സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്യുന്നതാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഉദാഹരണം നോക്കാം. Calculate the cost of goods sold from the following particulars pertaining to the year 2019-20. Opening stock rupees 50,000, purchases rupees 1,10,000, return outwards 7,000 ആണ്. Return outwards means purchases return ആണ്. ഫാക്ടറി റെന്റ് 30,000, വേജസ് 40,000. രണ്ട് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണുള്ളത്. ഫാക്ടറി റെന്റ് 30,000ഉം വേജസ് 40,000ഉം. ആൻഡ് ദ ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് rupees 43,000. ഈ വിശദാംശങ്ങളിൽ നിന്നും ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ശ്രദ്ധിക്കാം. ഫോർമുല നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ് പ്ലസ് ഓൾ ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ടോട്ടൽ സെയിൽസ് 3 ലക്ഷം എന്നും റിട്ടേൺ ഇൻവേർഡ്സ്, അതായത് സെയിൽസ് റിട്ടേൺ 10,000 തന്നിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെ കണ്ടുപിടിച്ചിരിക്കുന്നു നോക്കാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാൻ ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്കാണ് എടുത്തിരിക്കുന്നത്. 50,000 ആണ് ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക്. ദെൻ അടുത്തായിട്ട് നെറ്റ് പർച്ചേസസ് ആണ് വേണ്ടത്. പർച്ചേസസ് ലെസ് റിട്ടേൺ ആണ്. അതായത് പർച്ചേസസ് 1,10,000 നിന്നും റിട്ടേൺ ഔട്ട്വേർഡ്സ് പർച്ചേസ് റിട്ടേൺ ആയിട്ടുള്ള 7,000 മൈനസ് ചെയ്തതാണ് 1,03,000 പ്ലസ് 70,000 ആണ് ഇവിടെ ഡയറക്റ്റ് എക്സ്പെൻസസ്. അതായത് 30,000 ഫാക്ടറി റെന്റും 40,000 വേജസും ചേർന്നിട്ട് 70,000 ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് 43,000. അങ്ങനെ 2,23,000 minus 43,000, 1,80,000 is the cost of goods sold. Then how the gross profit is calculated using formula? Gross profit കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യമായിട്ട് നെറ്റ് സെയിൽസ് ആണ് വേണ്ടത്. സെയിൽസ് ഇവിടെ നമുക്കറിയാം 3 lakh ആണ്. ആ 3 lakhൽ നിന്നും 10,000 മൈനസ് ചെയ്താൽ നെറ്റ് സെയിൽസ് ആയി. ആ നെറ്റ് സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ തൊട്ട് മുൻപേ കണ്ടുപിടിച്ച കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 1,80,000 മൈനസ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് 2,90,000 മൈനസ് 1,80,000 വിച്ച് വിൽ ഗീവ് 1,10,000. ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൽ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചിരിക്കുന്നത് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫോർമുല ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഉപയോഗിച്ച് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചിരിക്കുന്നു. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് 50,000 ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. പർച്ചേസസ് 1,10,000 ഇന്നർ കോളത്തിൽ എഴുതി. റിട്ടേൺ 7,000 മൈനസ് ചെയ്തു. 1,03,000 ഈസ് ദ നെറ്റ് പർച്ചേസസ്. ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടുള്ള ഫാക്ടറി റെന്റും വേജസും ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. ദെൻ ക്രെഡിറ്റ് ചെയ്യേണ്ട ഐറ്റംസ് ആദ്യം സെയിൽസ് 3 lakh ഇന്നർ കോളത്തിൽ ലെസ് റിട്ടേൺ 10,000 മൈനസ് ചെയ്ത് 2,90,000 നെറ്റ് സെയിൽസ്. ക്ലോസിംഗ് സ്റ്റോക്ക് 43,000 ആണ്. ഇവിടെ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ആണ് കൂടുതൽ, 3,33,000. അതേ ടോട്ടൽ ഡെബിറ്റ് സൈഡിൽ എഴുതി. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,10,000 ആണ്.
ആ 1,10,000 ലഭിച്ചിരിക്കുന്നത് ക്രെഡിറ്റ് സൈഡിൽ ടോട്ടൽ 3,33,000 നിന്നും ഡെബിറ്റ് സൈഡ് ടോട്ടൽ ആയിട്ടുള്ള 2,23,000 മൈനസ് ചെയ്തതാണ്. സോ ദ ഗ്രോസ് പ്രോഫിറ്റ് ഹിയർ ഈസ് 1,10,000. അപ്പോൾ ഫോർമുല ഉപയോഗിച്ചോ അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് ഉപയോഗിച്ചോ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. എന്നാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ സാധാരണ കണ്ടുപിടിക്കുന്നത് ഫോർമുല അപ്ലൈ ചെയ്തുകൊണ്ടാണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്നുള്ള കൺസെപ്റ്റ് കൂടി എന്താണെന്ന് കാണാം. EBIT എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടാറുണ്ട്. ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ടാക്സും ഇൻട്രസ്റ്റും കൊടുക്കുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റാണിത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോഫിറ്റ് ഏൺഡ് ത്രൂ ദ നോർമൽ ഓപ്പറേഷൻസ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ദ ബിസിനസ്. ബിസിനസിൻ്റെ നോർമൽ ആക്ടിവിറ്റീസിൽ നിന്ന് ലഭിക്കുന്ന ലാഭമാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ദ എക്സസ് ഓഫ് ഓപ്പറേറ്റിംഗ് റവന്യൂ ഓവർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഓപ്പറേറ്റിംഗ് റവന്യൂവിൽ നിന്നും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മൈനസ് ചെയ്താൽ ലഭിക്കുന്നതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഇത് ഗ്രോസ് പ്രോഫിറ്റിനും നെറ്റ് പ്രോഫിറ്റിനും ഇടയ്ക്കുള്ള ഒരു റിസൾട്ട് ഓഫ് ബിസിനസ് ആണ്. While calculating operating profit, the income and expenses of purely financial nature are not taken into account. ഫിനാൻഷ്യൽ നേച്ചറുള്ള ഐറ്റംസ് ഒന്നും എടുക്കേണ്ടതില്ല. ഇൻട്രസ്റ്റ് പോലെയുള്ള കോസ്റ്റുകളൊന്നും പരിഗണിക്കേണ്ടതില്ല. ആൻഡ് ഓൾസോ അബ്നോർമൽ ഐറ്റംസ് സച്ച് ആസ് ലോസ് ബൈ ഫയർ എക്സെട്ര ആർ ഓൾസോ നോട്ട് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ഓൾസോ കോൾഡ് ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. EBIT എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് രണ്ട് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്നുകിൽ ഗ്രോസ് പ്രോഫിറ്റ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഗ്രോസ് പ്രോഫിറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഗ്രോസ് പ്രോഫിറ്റ് പ്ലസ് ഓപ്പറേറ്റിംഗ് ഇൻകംസ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. കണ്ടുപിടിച്ച ഗ്രോസ് പ്രോഫിറ്റിൻ്റെ കൂടെ മറ്റുള്ള ഓപ്പറേറ്റിംഗ് ഇൻകംസ്, അതോടൊപ്പം തന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, അതായത് ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലാതെയുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസിലെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്യുന്നു. അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് ഉപയോഗിച്ച് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നെറ്റ് പ്രോഫിറ്റ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ്. ഇവിടെ നെറ്റ് പ്രോഫിറ്റിൽ നിന്നും പുറകേക്ക് പോവുകയാണ്. കാരണം ഗ്രോസ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റിന് ഇടയ്ക്കുള്ള ഒരു റിസൾട്ടാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഇപ്പം നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആഡ് ചെയ്തുകൊണ്ട് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ലെസ് ചെയ്താലും അവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നാണോ നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് എന്നതിനനുസരിച്ച് ഫോർമുലയിൽ മാറ്റം വരും. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് പ്ലസ് ഓപ്പറേറ്റിംഗ് ഇൻകംസ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. നേരെ തിരിച്ച് നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് വിൽ ഗീവ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. Thank you all.